നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്ത ആരംഭിച്ചു. കൊടകര പുത്തുക്കാവ് ദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. കൊടകര കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ ദുക്രാന തിരുനാളിന് കൊടിയേറി. കൊടകര കേന്ദ്ര ഗ്രന്ഥശാലയിൽ വായന പക്ഷാചരണത്തിന്റെ 14ാം ദിവസം പൊൻകുന്നം വർഗീയ അനുസ്മരണം സംഘടിപ്പിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡിൽ പെരുന്തുരുത്തി വിശ്വംഭരൻ കമ്മ്യൂണിറ്റി ഹാൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കൊടകര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്ത ആരംഭിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം ആരംഭിച്ച ഞാറ്റുവേല ചന്ത കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിന് കൃഷി ഓഫീസർ J നയനതാര സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK മുകുന്ദൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജോയ് നെല്ലിശ്ശേരി, ദിവ്യ ഷാജു, കൊടകര ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് KC ജെയിംസ്, പഞ്ചായത്ത് അംഗങ്ങളായ TK പത്മനാഭൻ, MM ഗോപാലൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ AR രാജേശ്വരി, കൊടകര ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുനിൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് JLG ഗ്രൂപ്പുകൾക്കുള്ള പച്ചക്കറി തൈ വിതരണവും നടത്തി. പഞ്ചായത്തിൻ്റെയും കർഷകരുടെയും കർഷക സമിതികളുടെയും ഇക്കോ ഷോപ്പിൻ്റെയും മറ്റും സംയുക്ത സഹകരണത്തോടുകൂടിയാണ് ഞാറ്റുവേല ചന്ത നടത്തുന്നത്. കൊടകര ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചിരിക്കുകയാണ്. ജൂലൈ 5 വരെ ഞാറ്റുവേല ചന്ത ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ത്രിതല ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളും കർഷക സുഹൃത്തുക്കളും കൃഷി ഓഫീസറും ഒക്കെ നേതൃത്വം നൽകിക്കൊണ്ടാണ് ഈ ഞാറ്റുവേല ചന്ത ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് നന്നായി സംഘടിപ്പിച്ച നമ്മളുടെ പ്രിയപ്പെട്ട കൃഷി ഓഫീസർ, അതുപോലെ കർഷക സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും കൊടകര ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. കൊടകര പുത്തുക്കാവ് ദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ദ്രവ്യകലശാഭിഷേകം, പഞ്ചഗവ്യാഭിഷേകം, ശ്രീഭൂതബലി, പഞ്ചാരിമേളം, നിറമാല, പഞ്ചവാദ്യം എന്നിവയുണ്ടായി. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രിമാരായ അഴകത്ത് ത്രിവിക്രമൻ നമ്പൂതിരി, ഹരീഷ് നമ്പൂതിരി, മേൽശാന്തി ഹരികൃഷ്ണൻ എമ്പ്രാന്തിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. മേളത്തിന് കൊടകര ഉണ്ണിയും പഞ്ചവാദ്യത്തിന് കല്ലുവഴി ബാബുവും നേതൃത്വം നൽകി. പാറമേക്കാവ് കാശിനാഥൻ ഭഗവതിയുടെ തിടമ്പേറ്റി. കൊടകര കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ ദുക്രാന തിരുനാളിന് കൊടിയേറി. കൊടകര ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി കൊടിയേറ്റത്തിന് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് കുർബാനയും ലദീഞ്ഞും പള്ളി ചുറ്റി പ്രദക്ഷിണവും ഉണ്ടായി. സഹവികാരി ഫാദർ ആശിഷ് കീരഞ്ചിറ, ജനറൽ കൺവീനർ ഷോജൻ D വിധേയത്തിൽ, കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, ജോസ് കറുകുറ്റിക്കാരൻ, ജോയ് കളത്തിങ്കൽ, ജോജു ചുള്ളി, കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോയ് കുയിലാടൻ, ജോയിന്റ് കൺവീനർ വർഗീസ് കളത്തിങ്കൽ, ഫുഡ് കമ്മിറ്റി കൺവീനർ ഷാജു വെളിയൻ എന്നിവർ നേതൃത്വം നൽകി. ജൂലൈ 3-നാണ് തിരുനാൾ. തിരുനാൾ ദിനം രാവിലെ 7-നുള്ള കുർബാനയ്ക്കു ശേഷം ഊട്ടുനേർച്ച വെഞ്ചിരിപ്പ് കർമ്മം നടക്കും. കൊടകര കേന്ദ്ര ഗ്രന്ഥശാലയിൽ വായന പക്ഷാചരണത്തിന്റെ 14ാം ദിവസം പൊൻകുന്നം വർക്കി അനുസ്മരണം സംഘടിപ്പിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലെ മലയാള വിഭാഗം അധ്യാപിക ധന്യ PB ക്ലാസ് നയിച്ചു.
സഹൃദയ കോളേജ് BA മലയാളം വിഭാഗം വിദ്യാർത്ഥികളായ സബിത NS, ലയ സിജോ എന്നിവർ പൊൻകുന്നം വർക്കിയുടെ കൃതികൾ അവതരിപ്പിച്ചു. ലൈബ്രറിയൻ സുഷമ T. ശാന്തൻ, ഗ്രീഷ്മ അഖിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഗ്രന്ഥശാല സന്ദർശനവും ഉണ്ടായി. കൂടെ കടപ്പുറത്ത് എപ്പോഴും ഈ സംഭവം കോളറുള്ള ഷർട്ട് മാത്രമേ ഉള്ളൂ എപ്പോഴും. അപ്പോൾ ഒരു ദിവസം ഇവർ കടപ്പുറത്ത് ഇങ്ങനെ പോയിരുന്ന് കാറ്റൊക്കെ കൊള്ളായിരുന്നു. ആ സമയത്ത് നമ്മുടെ സുഹൃത്ത്, നമ്മുടെ ഫ്രാൻസിസ് ചേട്ടൻ്റെ സുഹൃത്തിന് ഒരു കത്ത് വന്നു. അപ്പോൾ ഈ കത്തിലുണ്ട് അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ആ കത്ത് വന്നേ പിന്നെ നമ്മുടെ ഫ്രാൻസിസ് ചേട്ടനും ജീവിതമൊക്കെ എഴുതുന്ന ആളെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? തകഴി എന്ന് പറഞ്ഞിട്ട് കയറൊക്കെ എഴുതിയ തകഴി എന്ന് പറയുന്ന അതുണ്ട്. അത് കുട്ടനാടിൻ്റെ കർഷകരുടെ ജീവിതമാണ് തകഴി അവതരിപ്പിച്ചിരുന്നതെങ്കിൽ കൊടകര സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ 2025-27 MBA 10ാമത്തെ ബാച്ച് അഖാസ് 2025 ഇരിഞ്ഞാലക്കുട രൂപതാമെത്രാൻ ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ ഉദ്ഘാടനം ചെയ്തു. കല്യാൺ ജ്വല്ലേഴ്സ് ഡയറക്ടർ അനന്തരാമൻ TS വിശിഷ്ടാതിഥിയായിരുന്നു. സിംസ് മാനേജർ മോൺ വിൽസൺ ഈരത്തറ MBA വിദ്യാർത്ഥികളുടെ വിദ്യാരംഭ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കോളേജ് ന്യൂസ് ലെറ്റർ സ്പെക്ട്രം 2025 മുഖ്യാതിഥിക്ക് കൈമാറിക്കൊണ്ട് മാനേജർ പ്രകാശനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൻ്റെ ഭാഗമായി 2024-25 അധ്യയന വർഷത്തിൽ സിംസിൻ്റെ അക്കാദമിക് എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു. പ്രൊഫസർ ദീപ്തി കുമാർ, അസോസിയേറ്റ് പ്രൊഫസർ ഫാദർ ഡോക്ടർ ബിനോയ് തോമസ്, പ്രൊഫസർ നോയൽ വിൽസൺ, പ്ലേസ്മെൻറ്റ് ഓഫീസർ ജോസഫ് ബാസ്റ്റിൻ, അക്കൗണ്ട് ഓഫീസർ ഡെറിൻ ഡേവിസ് തുടങ്ങിയവർ വിവിധ പുരസ്കാരങ്ങൾക്ക് അർഹരായി. അതോടൊപ്പം ബിഷപ്പ് മാർ ജെയിംസ് പഴയാറ്റിൽ മെമ്മോറിയൽ സിംസ് സ്കോളർഷിപ്പുകൾക്കും മെറിറ്റ് സ്കോളർഷിപ്പുകൾക്കും വിദ്യാർത്ഥികൾ അർഹരായി. മൊത്തം 2,53,000 സ്കോളർഷിപ്പ് തുകയാണ് വിതരണം ചെയ്തത്. സിംസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജിനോ ജോണി മാളക്കാരൻ, ഡയറക്ടർ ഡോക്ടർ ധന്യ അലക്സ്, പൂർവ്വ വിദ്യാർത്ഥിയായ ജോസഫ് ജോർജ് എന്നിവർ സംസാരിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡിൽ പെരുംതുരുത്തി വിശ്വംഭരൻ കമ്മ്യൂണിറ്റി ഹാൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. 72 ലക്ഷം രൂപയാണ് കെട്ടിടത്തിൻ്റെ മുതൽ മുടക്ക്. ഹാളിൽ അടുക്കള, ടോയ്ലറ്റ് സൗകര്യങ്ങൾ, ഗോവണി എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കെട്ടിടത്തിൻ്റെ 2ാമത്തെ നിലയിലുള്ള നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. 2 മാസമാണ് പൂർത്തീകരണ കാലാവധി. ഹാൾ പണിയുന്നതിന് സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയ മല്ലിക വിശ്വംഭരനെ മെമൻറ്റോ നൽകി ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഡിവിഷൻ അംഗവുമായ PK ഡേവിസ്, സംഘാടക സമിതി ചെയർമാൻ TK രാജൻ, വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോസ് മാഞ്ഞൂരാൻ, ബിന്ദു ഷാജു, ദിബിൻ പാപ്പച്ചൻ, ഷൈനി തിലകൻ, കയ്പമംഗലം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു, ആളൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സന്ധ്യ നൈസൻ, ബ്ലോക്ക് അംഗം ജുമൈല സഗീർ, വാർഡ് അംഗം രേഖ സന്തോഷ്, MC സന്ദീപ്, MB ലത്തീഫ്, ബാബു തോമസ്, പഞ്ചായത്ത് സെക്രട്ടറി സുനിൽ KN തുടങ്ങിയവർ പങ്കെടുത്തു. വനമഹോത്സവ വാരാചരണത്തിൻ്റെ ഭാഗമായി അതിരപ്പള്ളി വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സന്ദേശ റാലി നടത്തി. റേഞ്ച് ഓഫീസർ VB അഖിൽ ഉദ്ഘാടനം ചെയ്തു. അതിരപ്പള്ളി VSS പ്രസിഡന്റ് MV സഹജൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KB രാജുമോൻ സ്വാഗതം പറഞ്ഞു. FDA അംഗം കാഞ്ചന, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ MJ ലിജോ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വനസംരക്ഷണ സമിതി വൈസ് പ്രസിഡന്റ് കുമാരി കൃഷ്ണൻ നന്ദി പറഞ്ഞു. തുടർന്ന് സന്ദേശ റാലി അതിരപ്പള്ളി ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ആരംഭിച്ച് അതിരപ്പള്ളി ജംഗ്ഷനിൽ സമാപിച്ചു. പ്രകാരം അതിൻ്റെ ആദ്യത്തെ ഉപഭോക്താക്കളുടെ അതായത് വനത്തിൻ്റെ ഹിസ്റ്ററി വർദ്ധിപ്പിക്കുന്നതാണ്. വനത്തിൻ്റെ ഇമ്പോർട്ടൻസ് സാധാരണ എത്തിക്കുക. ഇതിനൊക്കെ വരുന്ന രീതിയിലാണ് നമ്മുടെ രാജ്യത്ത് വരുന്ന കമ്മ്യൂണിസം ആലോചിക്കുന്നത്. ചാലക്കുടിയിൽ KSRTC ബസ്സിടിച്ച് പരിക്കേറ്റ് വയോധിക മരിച്ചു. പോട്ട മഠത്തിൽ പരേതനായ വേണുവിൻ്റെ ഭാര്യ 75 വയസ്സുള്ള ഇന്ദിരയാണ് മരിച്ചത്. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ ബുധനാഴ്ച രാവിലെയായിരുന്നു അപകടം. ഉടനെ ചാലക്കുടി സെൻറ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും 11:30 മരണപ്പെടുകയായിരുന്നു. ചാലക്കുടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ലോട്ടറി വിൽപ്പനക്കാരിയാണ് മരിച്ച ഇന്ദിര. പോട്ട പനമ്പള്ളി കോളേജിനടുത്താണ് താമസം. മൃതദേഹം താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ഇന്നത്തെ സ്വർണ്ണവില
സ്വർണം ഗ്രാമിന് 9,065 രൂപ, പവന് 72,520 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്ത ആരംഭിച്ചു. കൊടകര പുത്തുക്കാവ് ദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. കൊടകര കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ ദുക്രാന തിരുനാളിന് കൊടിയേറി. കൊടകര കേന്ദ്ര ഗ്രന്ഥശാലയിൽ വായന പക്ഷാചരണത്തിന്റെ 14ാം ദിവസം പൊൻകുന്നം വർഗീയ അനുസ്മരണം സംഘടിപ്പിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡിൽ പെരുന്തുരുത്തി വിശ്വംഭരൻ കമ്മ്യൂണിറ്റി ഹാൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.